ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. KPCC അധ്യക്ഷൻ കെ സുധാകരന് വീണ്ടും നോട്ടീസ് അയച്ച് ക്രൈംബ്രാഞ്ച്. ഈ മാസം 23-ന് ഹാജരാകണമെന്നാണ് ക്രൈംബ്രാഞ്ച് നോട്ടീസിൽ പറയുന്നത്. വിവരങ്ങളുമായി AT അശ്വതി മോൾ ചേരുകയാണ്. AT അശ്വതി മോൾ, ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ക്രൈംബ്രാഞ്ച് സുധാകരനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അദ്ദേഹം ഹാജരാകില്ല എന്ന് വ്യക്തമായതോടെയാണ് വീണ്ടും ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തെല്ലാമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അജയ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മാസം 23-ന് ഹാജരാകണമെന്നാണ് നോട്ടീസ്. ഇന്ന് ഹാജരാകാൻ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. അതായത് കൊച്ചിയിലെ കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണമെന്നായിരുന്നു നോട്ടീസിൽ വ്യക്തമാക്കിയിരുന്നത്. കെ സുധാകരൻ രണ്ടാം പ്രതിയായിട്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് ഹാജരാകുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പാർട്ടി സംബന്ധമായ ചില യോഗങ്ങൾ കോഴിക്കോട് നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇന്ന് ഹാജരാകില്ല എന്ന് ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് 23-ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഹാജരാകാനായിട്ട് ഒരാഴ്ചത്തെ സാവകാശമായിരുന്നു സുധാകരൻ ചോദിച്ചിരുന്നത്. അതനുസരിച്ചാണ് ഇപ്പോൾ വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേസിൽ സുധാകരനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും അന്വേഷണ സംഘം പറയുന്നു. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് സുധാകരൻ പത്രസമ്മേളനത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഒരു നോട്ടീസ് കൂടി നൽകിയിരിക്കുന്നത്. വ്യാജ പുരാവസ്തുക്കൾ ഉപയോഗിച്ച മോൺസൺ മാവുകൾ 10 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ തിങ്കളാഴ്ചയാണ് സുധാകരനെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സുധാകരന്റെ പങ്കാളിത്തം അന്വേഷിക്കുമെന്ന് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി MT ഷമീർ നേരത്തെ പരാതി നൽകിയിരുന്നു. സുധാകരൻ മോൺസന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങുന്നത് കണ്ടെന്ന ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി. പക്ഷേ ഈ പരാതി നൽകിയ ആളുകളെ തനിക്ക് അറിയില്ലെന്നും അവരുമായി താൻ സംസാരിച്ചിട്ടില്ലെന്നും ഒക്കെയാണ് സുധാകരൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മോൺസൺ മാവുങ്കലും സമാനമായ കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് കെ സുധാകരന് ഈ കേസിൽ ബന്ധമില്ലെന്നായിരുന്നു മോൺസൺ മാവുങ്കൽ അദ്ദേഹത്തെ മറ്റൊരു കേസിൽ കോടതിയിൽ ഹാജരാക്കുന്നതിനിടയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. കെ സുധാകരൻ ഈ കേസുമായി ബന്ധമില്ല, പക്ഷെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ള ആളുകൾക്കും DGPക്കും ഒക്കെ തന്നെ ഇതിൽ അന്വേഷിച്ചാൽ ഇവർക്കൊക്കെ തന്നെ ബന്ധം ഉണ്ട് എന്നാണ് മോൺസൺ മാവുങ്കൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുധാകരനും മോൺസൺ മാവുങ്കൽ പറഞ്ഞതിനോട് ചേർത്ത് നിൽക്കുകയായിരുന്നു. അതായത് തനിക്ക് കേസുമായി ബന്ധമില്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അത് മാത്രമല്ല, വഞ്ചന കേസിൽ പ്രതി ചേർത്തിട്ടുള്ള IG ലക്ഷ്മണനും അതുപോലെ തന്നെ മുൻ DIG S സുരേന്ദ്രനും ക്രൈംബ്രാഞ്ച് ഇന്ന് നോട്ടീസ് അയക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് അജയ്. അപ്പോൾ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റുള്ള പ്രതികളുടെ, അതായത് DIGയും ഒരു IG ഈ കേസിൽ പ്രതികളായിരുന്നു, അവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അവർക്ക് നിലവിൽ നോട്ടീസ് നൽകിക്കഴിഞ്ഞു. ചോദ്യം ചെയ്യലിന് അവർ ഹാജരാകുമോ? മറ്റു വിവരങ്ങൾ? നിലവിൽ ഈ വിഷയത്തിൽ അവർക്ക് രണ്ടുപേർക്കും നോട്ടീസ് അയച്ചിട്ടില്ല. അവരെ പ്രതി ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് നോട്ടീസ് കൈമാറുമെന്നാണ് നമുക്ക് ഇന്ന് നോട്ടീസ് അയക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും നിലവിൽ അവർക്ക് രണ്ടുപേർക്കും നോട്ടീസ് അയച്ചിട്ടില്ല അജി.